വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് വിവരങ്ങളുണ്ട്. അദ്ദേഹത്തിന് സീറ്റ് കിട്ടാതെ വന്നപ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ രോഷപ്രകടനം ഇപ്പോൾ പരസ്യമായിട്ട് പുറത്തു വന്ന സ്ഥിതിയാണ് കാണുന്നത്. പക്ഷേ ആ കൂട്ടത്തിൽ BJPക്കെതിരായി രോഷം പ്രകടിപ്പിക്കുന്ന മനസ്സിലാക്കാം. അത് പറയുന്ന കൂട്ടത്തിൽ എന്തിനാണ് ഇങ്ങനൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. BJPയും CPMും തമ്മിൽ തെരഞ്ഞെടുപ്പിൽ ഒരു ഡീൽ ഉണ്ടാക്കിയെന്ന് ബാലശങ്കറെ പോലെ പ്രധാനമന്ത്രിയുമായി അടുപ്പമുള്ള RSSുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ശ്രീ ബാലശങ്കർ നടത്തിയിട്ടുള്ള പ്രസ്താവന അതീവ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. ടിക്കറ്റ് കിട്ടാത്തതിലുള്ള ഒരു മാനസിക വിഷമം, ആ വിഷമം കാരണമുള്ള ഒരു വൈകാരികമായിട്ടുള്ള അഭിപ്രായ പ്രകടനം, അങ്ങനെയുള്ള ഒരു അഭിപ്രായ പ്രകടനമായിട്ട് മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ. നമസ്കാരം. തെരഞ്ഞെടുപ്പ് കാലത്ത് രഹസ്യധാരണയെന്ന് മുന്നണികളുടെ പതിവ് രാഷ്ട്രീയ ആരോപണമാണ്. പുതുമയില്ല. പക്ഷേ ഇത്തവണ ആരോപണ കോലാഹലത്തിന് തുടക്കമിട്ടത് സംഘപരിവാറിന്റെ ഉന്നത നേതാക്കളിൽ ഒരാൾ, RSS സൈദ്ധാന്തികൻ കൂടിയായ ഒരാളായതുകൊണ്ട് കേവല രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് വിഷയം ചൂടുപിടിക്കുകയാണ്. ജനം പോളിംഗ് ബൂത്തിലെത്താൻ 3 ആഴ്ച തികച്ചില്ല. തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയവും ഇനി ഇത് തന്നെയാകുമോ? CPMനും BJPക്കുമെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാക്കളും. ധാരണ കോൺഗ്രസും BJPയും തമ്മിലാണെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള ഇടതു നേതാക്കളും സജീവമായതോടെ നീക്കങ്ങൾ വ്യക്തമാണ്. അന്തർധാര ആരൊക്കെ തമ്മിൽ? ഇന്നത്തെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു. സ്വാഗതം. രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പൊടിപ്പാറ നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം 3 പാർട്ടികളുടെയും നേതാക്കളെ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ V ശിവദാസൻ CPMന്റെ, KPCC സെക്രട്ടറി പഴകുളം മധു, ഒപ്പം BJPയുടെ V ഉണ്ണികൃഷ്ണൻ മാസ്റ്ററും ചർച്ചയിൽ ചേരും. ആദ്യം ശ്രീ ജോർജ് പൊടിപ്പാറ, ഉള്ള സീറ്റും BJPക്ക് തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേമത്തേക്ക് മുഴുവൻ സ്റ്റാർ ഫൈറ്റ് മാറ്റിയ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു നല്ലൊരു ചാൻസ് ഇനി വേറെ കിട്ടാനില്ല. ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത്, ഇന്ന് K മുരളീധരൻ പറഞ്ഞ വാക്കുകളിലെല്ലാം ഇനി എന്താണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? ഇത് ഈ ചെങ്ങന്നൂർ മണ്ഡലത്തിലെ മാത്രം വിഷയമല്ല, എല്ലാ മണ്ഡലങ്ങളിലും ഇതാളിക്കത്തിക്കും കോൺഗ്രസ് എന്നുള്ളതിലും തർക്കമില്ല. പക്ഷേ ഇതൊരു ആരോപണങ്ങളിൽ ഇതൊരു സ്ഥിരമാണ്. അങ്ങനെ ഒരു സ്ഥിരം ധാരണ എന്ന ആരോപണത്തിന് അപ്പുറത്തേക്ക് ചൂട് പിടിക്കുമോ ഒരുപക്ഷെ ഈ വിഷയം? അപർണ, ഈ കോൺഗ്രസ് നേതാക്കളും അതുപോലെ CPM നേതാക്കളും പരസ്പരം ഈ BJP അന്തർധാര ആരോപിച്ചിരുന്നെങ്കിൽ അത് കേവലം ഒരു ആരോപണമായിട്ട്, പതിവ് ആരോപണം, നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പ് വേളകളിലും UDFും CPM അല്ലെങ്കിൽ BJPയുമായിട്ടൊരു ബന്ധമുണ്ട്, കോലീബി സഖ്യമുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ CPMും ഇടതുമുന്നണിയും സ്ഥിരമായി ഉന്നയിച്ചു പോരുന്നതാണ്. അതുപോലെ തന്നെ അതിനൊരു കൗണ്ടറായിട്ട് ഇടതുമുന്നണിയും BJPയും തമ്മിൽ ചില മണ്ഡലങ്ങളിൽ രഹസ്യധാരണയുണ്ടെന്നുള്ള ആരോപണം UDFും കോൺഗ്രസും സ്ഥിരമായിട്ട് ഉന്നയിക്കാറുണ്ട്. ഇതിനൊക്കെ വോട്ടർമാര് ഒരു പാരമ്പര്യ അല്ലെങ്കിൽ ഒരു അനുഷ്ഠാന കല പോലെ സ്ഥിരം ഒരു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അരങ്ങേറുന്ന ഒരു ആരോപണ നാടകം എന്നുള്ളതിനപ്പുറത്ത് വലിയ വാല്യൂ പലപ്പോഴും കിട്ടാറുമില്ല. അത് ജനങ്ങൾ അപ്പാടെ വിശ്വസിക്കാറുമില്ല. പക്ഷെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് അതിനൊരു അല്പം പ്രാധാന്യം കൂട്ടുന്ന ഒരു സംഗതിയാണ്. ഇപ്പൊ ഇന്നലെ ബാലശങ്കർ നടത്തിയ, അതായത് അദ്ദേഹത്തിന് ചെങ്ങന്നൂർ സീറ്റ് കിട്ടാതെ പോയതിന് കാരണം, അല്ലെങ്കിൽ കോന്നി സീറ്റ് കിട്ടാതെ പോയതിന്റെ കാരണം നേതാക്കളുടെ മാഫിയ ഒരു സ്വഭാവം മാത്രമല്ല, അതിൽ ഒരു അന്തർധാരയുണ്ട്. CPMും BJPയും തമ്മിൽ കേരളത്തിലുള്ള ആ ഒരു ചില സീറ്റുകളെ സംബന്ധിച്ചുള്ള ധാരണയാണ്, അല്ലെങ്കിൽ ചില മുൻ ഒത്തുതീർപ്പാണ് തന്നെ തനിക്ക് ആ സീറ്റ് നിഷേധിക്കപ്പെട്ടതിന് പിന്നിൽ എന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അപ്പൊ ആ ആരോപണം ഉന്നയിച്ച വ്യക്തി ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു സാധാരണ BJPക്കാരനല്ല, സംഘപരിവാറിന്റെ ഈ തിങ്ക് ടാങ്കിൽ ഉൾപ്പെടുന്ന ഒരു കക്ഷിയാണ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു പ്രാധാന്യം ഡൽഹിയിലൊക്കെ ഓർഗനൈസർ പോലെയുള്ള RSSന്റെ ഏറ്റവും വലിയ ഒരു ധൈഷണിക പ്രസിദ്ധീകരണത്തിന്റെ മുഖ്യ പത്രാധിപരായി വളരെ കാലം പ്രവർത്തിച്ച, ഡൽഹിയിലെ BJPയുടെയും RSSന്റെയും ഒക്കെ മുഖ്യ നേതാക്കളുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന, പതിറ്റാണ്ടുകളുടെ RSS ബന്ധം അതുപോലെ തന്നെ BJP ബന്ധമൊക്കെയുള്ള ഒരു പ്രമുഖ വ്യക്തിത്വമാണ് അദ്ദേഹം. അങ്ങനെ ഒരാള് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് കുറച്ച് രാഷ്ട്രീയ മൂല്യം കൂടുതലുണ്ട്, വാർത്താ മൂല്യവും കൂടുതലുണ്ട്. നേരത്തെ തന്നെ കേരളത്തിലെ UDF അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും അടക്കമുള്ള പ്രധാന നേതാക്കളും BJPയും അതുപോലെ തന്നെ CPMും തമ്മിൽ, ഇടതുമുന്നണിയും തമ്മിൽ കൃത്യമായി ചില സീറ്റുകളിൽ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്.
ആ ധാരണ പ്രകാരം ചില സീറ്റുകളിൽ BJPയുടെ വിജയം ഉറപ്പിക്കുന്നു, പകരം LDFന് തുടർ ഭരണം ഉറപ്പാക്കും. ഈ രീതിയിലുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു അന്തർധാര കൃത്യമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ അരങ്ങേറുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് CPM വളരെ കൃത്യമായി സ്ഥാനാർത്ഥികളെ പല മണ്ഡലങ്ങളിലും, മലമ്പുഴ പോലുള്ള മണ്ഡലങ്ങളിൽ, അതുപോലെ പല മണ്ഡലങ്ങളിലും ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തി BJPക്ക് ചില സീറ്റുകൾ ഉറപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നു എന്ന ആരോപണം തെളിവുകൾ സഹിതം അല്ലെങ്കിൽ ആ ആരോപണങ്ങൾ വളരെ കൃത്യമായി UDF നേതാക്കൾ ഉന്നയിച്ചത്. അപ്പൊ അതിന് ഉപോത്ബലകമാകുന്ന അല്ലെങ്കിൽ അതിന് ശക്തി പകരുന്ന രീതിയിലാണ് ഇന്നലത്തെ ബാലചന്ദ്രന്റെ ആരോപണം. അദ്ദേഹം തന്നെ ഇത്രയും വലിയ ഉന്നത ശീർഷരായ, ഇത്രയും വലിയ ബന്ധങ്ങളുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ CPM-ഉം അതുപോലെ തന്നെ BJPയും തമ്മിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് കൃത്യമായൊരു കരാർ അല്ലെങ്കിൽ കൃത്യമായൊരു ധാരണ, ഇടതുമുന്നണിക്ക് തുടർഭരണം, BJPക്ക് 10ഓളം അല്ലെങ്കിൽ BJPക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ വളരെ കൂടുതൽ, അത് കൃത്യം എത്ര സീറ്റുകളാണെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിലും BJPക്ക് കൂടുതൽ സീറ്റുകൾ, ഇടതുമുന്നണിക്ക് തുടർഭരണം എന്ന ഒരു ഫോർമുല അവർ തമ്മിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അതിന്റെ ഭാഗമായി പലതും നടക്കുന്നു. താൻ അടക്കമുള്ള ആളുകൾക്ക് സീറ്റ് നിഷേധിക്കപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ഞാൻ തിരികെ വരാം. ശ്രീ ജോർജ് പടി പറയാം, ഞാൻ തിരികെ വരാം. ഇപ്പോൾ KPCC സെക്രട്ടറി കോൺഗ്രസ് നേതാവ് ശ്രീ പഴകുളം മധു, ഇതൊരു കോൺഗ്രസിന് ഒരു ആയുധമാണ്, ഒരു സംശയവുമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ആരോപണങ്ങൾക്കൊക്കെ തെളിവുണ്ടോ? സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പലതവണ ഉന്നയിച്ചിരിക്കുന്ന വിഷയമാണ്. ഇതൊരു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരികയാണെങ്കിൽ പോലും CPM-ഉം BJPയുമായി ചില ധാരണകളുണ്ട്. അതുകൊണ്ടാണ് ഈ കേസ് എവിടെയും എത്താത്തത്. ഇതൊക്കെ കുറച്ച് മാസങ്ങളായി പറഞ്ഞു വരികയാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം ആരോപണങ്ങൾ സർവ്വസാധാരണമാണ്. അത് CPM-ഉം BJPയും ഒരുപോലെ തള്ളിയിരിക്കുന്നു. സീറ്റ് കിട്ടാത്തത് കൊണ്ടുകൂടിയാണ് ബാലശങ്കർ ആ രീതിയിലുള്ള ഒരു ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നതെന്ന് ഇരു മുന്നണികളും വ്യക്തമാക്കി കഴിയുകയും ചെയ്തിരിക്കുന്നു. ആരോപിക്കാം, പക്ഷെ ഇതിനൊന്നും ഉപോത്ബലകമായിട്ടുള്ള തെളിവൊന്നും നിരത്താനില്ലല്ലോ. പക്ഷെ ആ ആയുധമായിട്ട് കോൺഗ്രസിന് ഉപയോഗിക്കുകയും ചെയ്യാം. അതിനപ്പുറത്തേക്കുണ്ടോ ഇത്? അല്ല, സത്യത്തിൽ ഇപ്പോഴും ഇനി തെളിവുകൾ ചോദിക്കുന്നതിൽ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇനിയും തെളിവ് വേണം എന്ന് പറയുന്നതിനുള്ള സാങ്കത്യമാണ് സത്യത്തിൽ ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം. ആരാണ് ബാലശങ്കർ? ബാലശങ്കർ BJPയുടെ ഏതെങ്കിലും ഒരു സാധാരണ പ്രവർത്തകനല്ല. ബാലശങ്കർ RSSന്റെ സൈദ്ധാന്തികനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പ്രമുഖ മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് BJPയിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് പ്രൈം മിനിസ്റ്ററുമായിട്ടും BJP പ്രസിഡന്റുമായിട്ടുള്ള പ്രോക്സിമിറ്റി എല്ലാവർക്കും അറിയാം. അപ്പൊ അത്ര വലിയൊരാളാണത്. അപ്പൊ അദ്ദേഹത്തിന് സീറ്റ് കിട്ടാത്തതിന്റെ പൊതിക്കുറവ് കൊണ്ടാണ് അദ്ദേഹം ഇത് വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത്ര ചെറിയ ആളാണ് അദ്ദേഹം, നമുക്ക് അത് തോന്നുന്നില്ല. അദ്ദേഹം സത്യത്തിൽ അറിയാമല്ലോ, വളരെ കാലമായി നമുക്ക് എല്ലാവർക്കും അറിയാം BJPയുടെ കേന്ദ്ര നയങ്ങൾ തീരുമാനിക്കുന്നതിലെ ഒരു മുഖ്യ കണ്ണിയാണ് അദ്ദേഹം. ശ്രീ P. പരമേശ്വരന് ശേഷം കേരളം ദേശീയ നേതൃത്വത്തിലേക്ക് സൈദ്ധാന്തിക പരിവേഷണത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള BJP നേതാവ് എന്നുള്ള നിലയിലാണ് ബാലശങ്കറിന്റെ പ്രാധാന്യവും അദ്ദേഹത്തിന്റെ പ്രസക്തിയും. അപ്പൊ ആ നിലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ നിലയിൽ BJPക്ക് വേണ്ടി ബുദ്ധിശാലകൾ പണിയുകയും ബുദ്ധി നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു സംവിധാനമാണ് ശ്രീ ബാലശങ്കർ എന്ന് പറയുന്നത്. അദ്ദേഹം നടത്തിയിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ്. ഈ വെളിപ്പെടുത്തൽ മുമ്പ് തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആ കേസിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ കേസുകൾ ഇഴയാൻ തുടങ്ങിയ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും എല്ലാം അതിശക്തമായി ഉന്നയിച്ച ആരോപണം ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. എന്താണ് തെളിവുകൾ? തെളിവുകൾ എന്ന് പറയുമ്പോൾ കോടതിയിൽ സമർപ്പിക്കുന്ന ചില രേഖകളോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. ഇത് തെളിവുകൾ സാഹിത്യ തെളിവുകളാണ്. BJPയുടെ ദുർബല സ്ഥാനാർത്ഥികളെയാണ് ആറന്മുളയിലും അതുപോലെ ചെങ്ങന്നൂരിൽ നിർത്തിയിരിക്കുന്നത്. അവർക്ക് BJPയുടെ മുഖമില്ല, അവർക്ക് BJPയുടെ അഭിപ്രായം പോലും പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്ന് അതിശക്തമായ വെളിപ്പെടുത്തൽ ശ്രീ ബാലശങ്കർ നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ജില്ലയിൽ മത്സരിക്കുന്ന ശ്രീ പഴകുളം മധു തിരിച്ചു പറഞ്ഞിരിക്കുന്നുണ്ടോ? ഇന്ന് K. സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നു, തിരിച്ചു ചോദിച്ചിരിക്കുകയാണ്, എന്തുകൊണ്ടാണ് ധർമ്മടത്ത് UDF സ്ഥാനാർത്ഥി ഇല്ലാത്തത്? ഈ ധാരണ നടക്കുന്നതും കോൺഗ്രസും CPM തമ്മിലാണെന്നാണ് K. സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ഈ ആരോപണങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ ഈ രീതിയിൽ ആരെ നിർത്തുന്നു? സ്ഥാനാർത്ഥിയുടെ ശക്തി, സ്ഥാനാർത്ഥിയുടെ ദൗർബല്യം, ഇതെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടാണ്. ഈ സുരേന്ദ്രൻ അങ്ങനെയല്ല, ഒരു മറു ചോദ്യമല്ല ചോദിക്കേണ്ടത്. സുരേന്ദ്രന് ചോദിക്കാനുണ്ടെങ്കിൽ അദ്ദേഹം ചോദിക്കേണ്ടത് ബാലശങ്കറിനോടാണ്, ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്. കോൺഗ്രസിനോട് എന്തിനാണ് ചോദിക്കുന്നത്? കോൺഗ്രസ് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടില്ല. വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തും അതിനു മുമ്പും കോൺഗ്രസ് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് 10 സീറ്റ്, ഞങ്ങൾക്ക് തുടർ ഭരണം.
അതിന് ഉപോത്ബലകമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ കേസ് എഴുതുകയാണ്. മുഖ്യമന്ത്രിയിലേക്കും അദ്ദേഹത്തിന്റെ CN രവീന്ദ്രനിലേക്കും ആ കേസ് വന്നപ്പോൾ ആ കേസ് ഒച്ചിന്റെ വേഗതയിലായി ആ കേസിന്റെ മുൻപോട്ടുള്ള പോക്ക്. മുഖ്യമന്ത്രിക്ക് ഇപ്പൊ കേന്ദ്ര ഏജൻസികളെ കുറിച്ച് കുറ്റം പറയാനില്ല. കേന്ദ്ര ഏജൻസികൾക്ക് മുഖ്യമന്ത്രി കൊള്ളക്കാരനാണെന്ന് പറയാൻ കഴിയുന്നില്ല. അപ്പൊ ഇതെല്ലാം ഇതിന് അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇവർ രണ്ടുപേരുടെയും ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. ഓക്കെ, ഞാൻ തിരികെ വരാം. CPI നേതാവ് ഡോക്ടർ വി ശിവദാസനുണ്ട്. അതിനു മുൻപ് BJP നേതാവ് വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ. ശ്രീ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ആറന്മുളയിലും ചെങ്ങന്നൂരും BJP മുഖമില്ലാത്ത സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു. ബാലശങ്കറിന്റെ ആരോപണം മാറ്റി നിർത്തിയാൽ പോലും നേരത്തെ തന്നെ പ്രതിപക്ഷം കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണമാണ്. സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോൾ മുഖ്യമന്ത്രിയിലേക്കും ശിവശങ്കറിലേക്കും എല്ലാം കേസ് വന്നപ്പോൾ കേസിന് ഒച്ചിന്റെ വേഗമായിരുന്നു. ആ ആരോപണത്തിന് ഉള്ള തെളിവുകളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. CPM BJP ധാരണ വ്യക്തമാകുന്ന തെളിവുകൾ. അപ്പോൾ BJP നേതാക്കൾ ചോദ്യം ചോദിക്കേണ്ടത് RSS സൈദ്ധാന്തികന്റെ അടുത്താണ്, അല്ലാതെ കോൺഗ്രസിന്റെ അടുത്തല്ല എന്ന് ശ്രീ പഴകുളം മധു പറയുന്നു. മറുപടി ശ്രീ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ. പറഞ്ഞ ഈ വിഷയത്തിൽ CPM-ഉം കോൺഗ്രസും തമ്മിലാണ് കേരളത്തിൽ ധാരണയുള്ളത്. അത് വർഷങ്ങളായിട്ടുള്ളതാണ്. കാരണം 6 പതിറ്റാണ്ട് കാലമായി ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മഞ്ചേശ്വരം അടക്കമുള്ള സ്ഥലങ്ങളിൽ BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി ആസൂത്രിതമായി നീക്കം നടത്തിയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മാത്രമല്ല പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. മോഹനൻ മാഷെ പോലുള്ള ആൾക്കാരൊക്കെ BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി ആരുമായും കൂട്ടുകൂടും എന്ന് പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ ചെയർമാനായിക്കോ, ഞങ്ങൾ പിന്തുണ തരാം എന്ന് UDF-ന്റെ ആൾക്കാർ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. നേമത്ത് BJP-യെ പരാജയപ്പെടുത്താൻ വേണ്ടി അവർ ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP പിടിക്കാതിരിക്കാൻ വേണ്ടി രണ്ടു കൂട്ടരും ഒരുമിച്ച് ചേർന്ന കോൺഗ്രസിന്റെ വോട്ട് മുതൽ LDF-ന് കൊടുത്ത ചരിത്രം നമ്മുടെ മുന്നിൽ. ഈ ചരിത്രമൊക്കെ നമ്മുടെ മുന്നിലില്ല. അപ്പൊ ആരൊക്കെ തമ്മിലാണ് അഡ്ജസ്റ്റ്മെന്റ് എന്നും ആരൊക്കെ തമ്മിലാണ് ധാരണ എന്നും ഡീൽ ആരൊക്കെ തമ്മിലാണെന്നും കൃത്യമായി ബോധ്യമുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ. ഇനി ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇപ്പോ ശ്രീ ബാലശങ്കറിനെ പോലൊരാള് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു എന്നാണ്. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാമെന്ന് ആരാ പറഞ്ഞതെന്ന് വെളിപ്പെടുത്തൽ, ആരാ സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു? ഓരോ മണ്ഡലത്തിലും അതിന്റെ പ്രക്രിയ അനുസരിച്ച് പോയ ഓരോ മണ്ഡലത്തിലും ചോദിച്ച് സംസ്ഥാന കമ്മിറ്റിക്കും കേന്ദ്രത്തിനും അയച്ച ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ അദ്ദേഹം പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് പറയട്ടെ. അല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന് നേരത്തെ പറയുന്ന പോലെയാണെങ്കിൽ അദ്ദേഹത്തിന് ഡൽഹിയിൽ വളരെ സ്വാധീനമുണ്ട്, നരേന്ദ്രമോദിയിൽ സ്വാധീനമുണ്ട്, അമിത്ഷായിൽ സ്വാധീനമുണ്ട്, എല്ലാം വലിയ സ്വാധീനമുള്ള ആളാണല്ലോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയാ സീറ്റ് ലഭിക്കായിരുന്നു? അങ്ങനെയാണ് അദ്ദേഹത്തിന് സീറ്റ് കിട്ടുകയല്ലേ വേണ്ടത്. അങ്ങനെ വലിയ സ്വാധീനമുള്ള ആണെങ്കിൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടുകയാണല്ലോ വേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന് ഈ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ കാരണം മറ്റൊന്നുമല്ല. അദ്ദേഹം മറിച്ചുകൊണ്ട് സീറ്റ് ചെങ്ങന്നൂരിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. അത് കിട്ടാതിരുന്നപ്പോ അദ്ദേഹത്തിന് വന്നിട്ടുള്ള ആ വിഭ്രംശം കൊണ്ട് വന്നിട്ടുള്ള പ്രസ്താവനകളാണിത്. ഇനി സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയാം. ചെങ്ങന്നൂരിൽ നിർത്തിയ സ്ഥാനാർത്ഥി ആരാ? BJP-യുടെ ജില്ലാ പ്രസിഡന്റാണ്. ഒരു ജില്ലയിൽ ആ ജില്ലയിലെ ഏറ്റവും ടോപ്പ് ലീഡറാണ് BJP-യുടെ ജില്ലാ അധ്യക്ഷൻ. ജില്ലാ അധ്യക്ഷനാണ് ചെങ്ങന്നൂരിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. അതുപോലെ തന്നെ ആറന്മുളയിൽ BJP-യുടെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് തന്ത്രത്തിന്റെ ഫലമായിട്ട് CPM-ന് വേണ്ടി മുൻപ് മത്സരിച്ചിട്ടുള്ള നേതാവിനെയാണ് മത്സരിച്ചത്. അത് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് മത്സരിച്ചിട്ടുള്ളത്. അത് ചേർത്തലയിലുമുണ്ട്. തണ്ണീർമുക്കം പഞ്ചായത്തിന് മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ആളെയാണ് NDA സ്ഥാനാർത്ഥി അവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ്. എന്നാൽ നേരെ തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല. കെ സുരേന്ദ്രൻ ചോദിച്ച ചോദ്യത്തിൽ പ്രസക്തി ഉണ്ടല്ലോ. ധർമ്മണം, നിങ്ങൾ അങ്ങനെ LDF-ഉം UDF-ഉം മുഖ്യ ശത്രുക്കളാണ്. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശത്രു CPM ആണെങ്കിൽ, പിണറായി വിജയൻ ആണെങ്കിൽ, ധർമ്മടത്ത് എന്തുകൊണ്ടാണ് അതിശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്താത്തത്? നിങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്താത്തത്? രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ശക്തമായ സ്ഥാനാർത്ഥി നിർത്താത്തത്? എന്തുകൊണ്ടാണ് കെ മുരളീധരൻ നേമത്ത് വന്ന് മത്സരിക്കുന്നത്? അദ്ദേഹത്തിന് ധർമ്മടത്ത് മത്സരിച്ചത് എന്താണ്? ധർമ്മടത്ത് മത്സരിക്കരുത്. അപ്പോ ഇവർ ആരൊക്കെ തമ്മിലാണ് അഡ്ജസ്റ്റ്മെന്റും ആരൊക്കെ തമ്മിലാണ് ധാരണ ഉള്ളതും ഡീലുള്ളതെന്നും ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് BJP കേരളത്തിൽ ശക്തമാകാൻ പോകുന്നു. NDA വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നു. അപ്പൊ സാധാരണ ഇവർക്ക് കിട്ടിയിരുന്ന പരസ്പരമുള്ള തുടർഭരണം, അല്ലെങ്കിൽ പരസ്പരമുള്ള 5 കൊല്ലം മാറുമ്പോൾ ഉണ്ടാകുന്ന ഭരണം നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ട് രണ്ടു കൂട്ടരും അങ്കലാപ്പിലാണ്. ആ അങ്കലാപ്പിന്റെ ഫലമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യം, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട അതിന്റെ അന്വേഷണ കമ്മീഷനുകളും അതുപോലെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പിരിച്ചുവിട്ടു. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ അന്വേഷണം ഇപ്പോഴും നടക്കുന്നുണ്ട്. മയക്കുമരുന്ന് കേസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ലൈഫ് മിഷന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ഡോളർ കള്ളക്കടത്തിന്റെ അന്വേഷണം, എല്ലാ അന്വേഷണവും നടക്കുന്നുണ്ട്. ഒന്നും തിരിച്ചുവിട്ടില്ല. അതിന്റേതായ സമയത്ത് അതൊരു സാധാരണ ഒരു ക്രിമിനൽ കേസ്, രാജ്യത്തുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട രാജ്യത്തിന്റെ സാമ്പത്തികമായ സംവിധാനത്തെ പാരലായി തകർക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കേസാണ്. പ്രമാദമായിട്ടുള്ള കേസാണ്.
ആ കേസ് ഒരു അല്ല ഞാൻ ഓക്കെ അത് മനസ്സിലായി. ശ്രീ വി ഉണ്ണികൃഷ്ണ മാസ്റ്റർ, ഇത് ഈ ബാലശങ്കർ വിഷയം മാത്രമല്ല, അതല്ലാതെ തന്നെ ബി ജെ പിക്ക് അകത്ത് സീറ്റുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങളെല്ലാം ഉണ്ടല്ലോ. ശോഭാ സുരേന്ദ്രന്റെ വിഷയം മാത്രമല്ല, ഇത് ഈ അടുത്തിടെ അത്രയ്ക്ക് ശക്തമല്ലായിരുന്ന ഒരു മുരളീധര വിരുദ്ധ ഗ്രൂപ്പൊക്കെ ഉണ്ടെന്നുള്ള വാർത്തകളെല്ലാം വരുന്നു. ഇതൊക്കെ നിഷേധിക്കപ്പെടേണ്ട കാര്യമായിരിക്കും. എങ്കിലും ഇതൊക്കെ ഒരു ആയുധമായിട്ട് ഒരു പക്ഷെ അകത്തുനിന്ന് വരുമോ? RSSന്റെ സൈദ്ധാന്തികൻ പറയുന്ന വിഷയമായതുകൊണ്ട് RSSന്റെ ഒരു നിലപാടൊക്കെ ഇതിനകത്ത് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു ട്വിസ്റ്റ് ഒക്കെ ഇതിനകത്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇതില് താങ്കൾ സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പൊട്ടിത്തെറി നടന്ന അവിടെയാ CPM-ലാണ്. പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സ്ഥലത്ത് പൊന്നാനിയിൽ 2000 പേരാണ് CPM-ന് കൊടി പിടിച്ചുകൊണ്ട് പ്രകടനം നടത്തിയത്. കുറ്റ്യാടിയിൽ ഒരു ഘടകകക്ഷിക്ക് സീറ്റ് കൊടുത്തപ്പോഴാണ് 2000-ലധികം പേരുന്നവർ മോഹൻ മാഷക്കെതിരെ തെറി വിളിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രകടനം നടത്തിയത്. നിലമ്പൂരിൽ പ്രകടനം നടന്നു. അപ്പൊ BJP-യിലല്ല ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടന്നിട്ടുള്ളത്. മാത്രമല്ല ആരായി പറഞ്ഞു ഇദ്ദേഹം RSS സൈദ്ധാന്തികനാണെന്ന്? RSS സൈദ്ധാന്തികനായിട്ടൊന്നും എനിക്ക് അദ്ദേഹത്തെ അറിഞ്ഞൂടാ. അദ്ദേഹം BJP ഓർഗനൈസർ എന്ന് പറയുന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നു എന്ന് അറിയാം. ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളാണ്. അതിനപ്പുറത്തേക്ക് ബാലശങ്കർ ആരോപണങ്ങൾ ഏതായാലും പൂർണ്ണമായിട്ട് BJP തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്. അത് തന്നെ ശ്രീ ഉണ്ണികൃഷ്ണ മാസ്റ്ററും ആവർത്തിക്കുന്നു. ഞാൻ CPM നേതാവ് ശ്രീ വി ശിവദാസൻ, ചെന്നിത്തല എന്ന് പറയുന്നു ഒരൊറ്റ കോൺഗ്രസ് പ്രവർത്തകൻ പോലും BJP-യിലേക്ക് പോയിട്ടില്ല. അത് ആ രീതിയിലുള്ള ആരോപണങ്ങളെല്ലാം ഉയർന്നെങ്കിലും ഇത്രയും സീറ്റ് പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ട് പോലും ആരും പോയിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അതേസമയം ഈ ചെങ്ങന്നൂർ മണ്ഡലത്തിലെ ഈ BJP CPM ഡീൽ എന്നുള്ള ആരോപണം മറ്റ് മണ്ഡലങ്ങളിലും ആളിക്കത്തുമെന്നാണ് കെ മുരളീധരൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കം, കോൺഗ്രസ് ഇതൊരു രാഷ്ട്രീയ ആയുധമായി കാണുന്നു എന്നുള്ളത് വ്യക്തമാണല്ലോ. അതിന് ഇനി എന്ത് സാഹചര്യ തെളിവുകളാണ് ആവശ്യമുള്ളത്? സ്വർണ്ണക്കടത്ത് കേസ് മുതൽ വ്യക്തമാകുന്നത് ഇതാണല്ലോ എന്നാണ് പറയുന്നത്. ചെന്നിത്തലയുടെ വാക്കുകൾ, കെ മുരളീധരന്റെ വാക്കുകൾ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ പഴകുളം മധുവിന്റെ വാക്കുകൾ പോലും അത് ആവർത്തിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ഇതൊരു വിഷയമാകും, മുമ്പ് ഉണ്ടാകുന്ന രീതിയിലല്ല, അല്പം കൂടിയ അളവിൽ തന്നെ. ഞാനിനി പറയാം. ചെന്നിത്തലയുടെ ചോദ്യത്തിന് തന്നെ കൃത്യമായിട്ട് ആദ്യം ഉത്തരം തരാം. ആരാണ് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയിട്ടുള്ളത്? മഹാരാഷ്ട്രയിൽ നാരായൺ റാണെ, ഉത്തർപ്രദേശിൽ അവരുടെ PCC പ്രസിഡന്റ് ആയിരുന്ന റീത ബഹുഗുണ്ട ജോഷി, കർണാടകത്തിലെത്തുമ്പോൾ SM കൃഷ്ണ. കേരളത്തിലെ വിഷയമാണല്ലോ ശ്രീ ശിവദാസൻ പറയുന്നത്, കേരളത്തിലെ വിഷയമാണ് പറയുന്നത്. ക്ഷമിക്കൂ, ഞാൻ പറയട്ടെ. എനിക്ക് എന്നോട് ചോദിച്ച ഉത്തരത്തിലേക്കാണല്ലോ ഞാൻ വരിക. പോണ്ടിച്ചേരിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു വലിയ നിര ജയിപ്പിച്ചത് കോൺഗ്രസിനെ ആയിരുന്നു. പക്ഷെ അവരെല്ലാം BJP-യിലേക്ക് പോകുന്നു. കർണാടകത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തമിഴ്നാട്ടിൽ ആകെ കുറച്ച് ആളുകളേ ഉള്ളൂ. അതിൽ തന്നെ കുറെ ആളുകൾ BJP-യിലേക്ക് പോയി. അതിന്റെ PCC ഭാരവാഹികളായിട്ടുള്ള ചിലർ തന്നെ. കേരളത്തിലെത്തുമ്പോൾ നാം കണ്ട കാഴ്ച എന്താണ്? ആ നിര വെച്ച് നോക്കിയാൽ പോകേണ്ട ഇവിടുത്തെ PCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഭാവിയിൽ എപ്പോ പോകുന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യം. ഇപ്പൊ KPCC ജനറൽ സെക്രട്ടറി BJP-യിൽ പോയിക്കഴിഞ്ഞു. വിജയൻ തോമസ്. KPCC ജനറൽ സെക്രട്ടറിയായ പന്തളം പ്രതാപൻ BJP-യിലേക്ക് പോയി. അതൊന്നും ചെന്നിത്തല കാണുന്നില്ലേ? ചെന്നിത്തല അറിയുന്നില്ല ഇതൊന്നും സംഭവങ്ങൾ? ഒരു സ്ഥാനാർത്ഥി ഇപ്പൊ പ്രഖ്യാപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ കോൺഗ്രസ് വിടുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ഭാഗമായി കോൺഗ്രസിലുണ്ടായിട്ടുള്ള കുഴപ്പം മറക്കുന്നതിന് വേണ്ടി CPIM-ന്റെ മുകളിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടി ആളുകളെ വിലക്കെടുത്ത് വെച്ചിരിക്കുകയാണ് കോൺഗ്രസും BJP-യും ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ പറഞ്ഞിട്ടുള്ള ചെങ്ങന്നൂർ സീറ്റിന്റെ കാര്യം എടുക്കാം. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സീറ്റിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്യണമെങ്കിൽ അതും എടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് പറയുന്നതിന് മുമ്പ് ഞാൻ 2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം. ഒന്ന്, പൊന്നാനിയിൽ അവിടെ നേരത്തെ ശ്രീരാമകൃഷ്ണൻ സ്ഥാനാർത്ഥിയായി വരുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നു. പക്ഷെ എന്താ ഉണ്ടായത്? ശ്രീരാമകൃഷ്ണൻ വൻ ഭൂരിപക്ഷത്തിൽ പൊന്നാനിയിൽ നിന്ന് ജയിച്ചു. രണ്ടാമത്തെ തവണ അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ കേരളത്തിലെ CPIM-ന്റെ വളരെ പ്രമുഖനായിട്ടുള്ള നേതാവ് നന്ദകുമാർ അവിടെ മത്സരിക്കുന്നു. ആ സമയത്ത് ചില വിഷയങ്ങൾ, ചില ആളുകൾ പ്രകടനങ്ങൾ നടത്തുക, പ്രാദേശികമായിട്ട് ചില വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ ഉണ്ടായി. പക്ഷെ ഇപ്പൊ എന്താണ് നിങ്ങൾ കാണുന്ന കാഴ്ച? അതിന്റെ ഭാഗമായി അറിയാതെ നിന്നുപോയ ആളുകൾ ഉൾപ്പെടെ നന്ദകുമാറിന്റെ വിജയത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന കാഴ്ചയല്ലേ അവിടെ നമ്മൾ കാണുന്നത്. കുറ്റ്യാടി രണ്ടാമത് ഇവിടെ പരാമർശിക്കപ്പെട്ടത്. അവിടെ കേരള കോൺഗ്രസ് എമ്മിന് ഘടകകക്ഷി എന്ന നിലയിൽ കൊടുത്ത സീറ്റായിരുന്നു. പക്ഷെ പ്രാദേശികമായി ചില പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ആ പ്രകടനത്തിൽ പങ്കെടുത്ത് ശരിയല്ലാത്ത മുദ്രാവാക്യങ്ങൾ വിളിച്ച ആളുകളുടെ മറ്റു സ്വഭാവത്തിലേക്കും മറ്റൊന്നും ഞാൻ പോകുന്നില്ല. അതിനെക്കുറിച്ച് അവിടെ ഇപ്പോ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആള് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. ആ കേരള കോൺഗ്രസ് എം വളരെ മാന്യമായ നിലയിൽ ഇടതുപക്ഷം ജയിക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ് എന്ന തിരിച്ചറിവോടുകൂടി അവർ
CPIM-നോട് പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ വിജയത്തിന് ഉള്ള സ്ഥാനാർത്ഥിയാണല്ലോ ജയിക്കേണ്ടത്, അതുകൊണ്ട് CPM എടുക്കുന്നതായിരിക്കും ഗുണം ഈ മണ്ഡലം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ CPIM-ന്റെ സ്ഥാനാർത്ഥി അവിടെ നിശ്ചയിക്കപ്പെട്ടു. മത്സരരംഗത്ത് നിൽക്കുകയാണ്. അദ്ദേഹം ജയിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇതാണ് CPIM-ന്റെ സ്ഥാനാർത്ഥി നിർണയവും മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ചെങ്ങന്നൂരിലേക്ക് വരിക. ചെങ്ങന്നൂരിൽ നേരത്തെ ആരാണ് ജയിച്ചത്? നേരത്തെ PC വിഷ്ണുദാസ് അവിടെ ജയിച്ചിരുന്നു. അദ്ദേഹത്തിന് ആ സമയത്ത് 65,000-ലധികം വോട്ട് കിട്ടിയിരുന്നു. പിന്നീട് PC വിഷ്ണുദാസ് പരാജയപ്പെടുന്ന വേളയിൽ അവിടെ കോൺഗ്രസിന് കിട്ടിയ വോട്ട് എത്രയാണ്? കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞിട്ടാണ് പിന്നീട് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. ഭീകരമായ നിലയിലാണ് അവരുടെ വോട്ട് കുറഞ്ഞത്. അത് എങ്ങോട്ടൊക്കെ പോയി എന്നുള്ളത് കോൺഗ്രസ് പരിശോധിച്ചു. തീർച്ചയായും മണ്ഡലങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള വിശദീകരണം കൂടിയാണ്. ഇതിനകത്ത് നിയമം പോലെ ഒരു മണ്ഡലം എന്തുകൊണ്ടാണ് അവിടെ സ്റ്റാർ ഫൈറ്റ് എത്രത്തോളം ശ്രദ്ധേയമാകുന്നത് എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പോലും ഇങ്ങനെയുള്ള അന്തർധാര ആരോപണങ്ങളിൽ നിരപരാധിത്വം തെളിയിക്കുന്നത് പ്രസ്റ്റീജ് വിഷയമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് മാറുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. വളരെ പെട്ടെന്ന് അതിഥികളിലേക്ക് തിരികെ വരാം. ഒരു ഇടവേള അത്യാവശ്യമായതുകൊണ്ടാണ്. നിരപരാധിത്വം തെളിയിക്കേണ്ടത് 3 രാഷ്ട്രീയ മുന്നണികൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് കൂടിയാണോ ഒരുപക്ഷെ ഈ സ്റ്റാർ ഫൈറ്റ് എന്തുകൊണ്ട് നിയമത്ത് നടക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമാവുന്നത്? തീർച്ചയായിട്ടും അപർണ, നമുക്കറിയാം എന്തുകൊണ്ടാണ് UDF ഈ നിയമമണ്ഡലത്തിൽ ഒരു കരുത്തനെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം UDF-നെതിരെ ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങളിലൊന്ന് BJP-യും UDF-ഉം തമ്മിൽ ധാരണയുണ്ട്. 2, UDF-ന് വോട്ട് ചെയ്താൽ, പ്രത്യേകിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്താൽ അത് BJP-ക്ക് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. BJP-യുടെ B ടീമായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് ജയിക്കുന്നവർ, ഇപ്പൊ തന്നെ ശ്രീ ശിവദാസൻ ആ കാര്യം സൂചിപ്പിച്ചു, ധാരാളം കോൺഗ്രസ് നേതാക്കൾ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രമുഖരായിട്ടുള്ള മന്ത്രിമാരും PCC പ്രസിഡന്റുമാരും MLA-മാരും ഒക്കെ അടക്കമുള്ള ആളുകൾ ഇങ്ങനെ BJP-യിലേക്ക് പോകുന്നു. അപ്പൊ BJP-ക്ക് വോട്ട് ചെയ്യുന്നതിന് ഏറെക്കുറെ തുല്യമാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത്. മാത്രമല്ല, ശ്രീ സുരേന്ദ്രന്റെ BJP പ്രസിഡന്റിന്റെ ഒരു പ്രസ്താവന വന്നു, 35 സീറ്റ് കിട്ടിയാൽ കേരളത്തിൽ ബാക്കി ഭരണം പിടിക്കാനുള്ള അല്ലെങ്കിൽ സർക്കാർ ഉണ്ടാക്കാനുള്ള കാര്യം ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ഇതും വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ ഇതിനെയും പിന്നീട് ഉള്ള വ്യാഖ്യാനം വന്നത്, അങ്ങനെ വന്നാൽ ബാക്കി ആളുകളെ കോൺഗ്രസിൽ നിന്ന് കണ്ടെത്താൻ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അതാണ് നടക്കുന്നത്. കർണാടകയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ അത് കണ്ടതാണ്. പുതുശ്ശേരിയിൽ ഏറ്റവും അവസാനം കണ്ടു. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ 35 സീറ്റിന്റെ കഥ സുരേന്ദ്രൻ പറഞ്ഞത് പോലും ബാക്കി സീറ്റുകൾ കോൺഗ്രസിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയും, മാനേജ് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയും. ഇപ്പൊ ഫലത്തിൽ CPM-ഉം ഇടതുമുന്നണിയും വളരെ കൃത്യമായി കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത്, കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാലും അവർക്ക് BJP-യിലേക്ക് പോകാനുള്ള ഒരു ഇന്നർ ടെംപ്റ്റേഷനാണ്. ആ പാർട്ടിയിൽ അസ്വസ്ഥതയുള്ളവരെല്ലാം അവർ റിസോർട്ടായിട്ട് കണ്ടെത്തുന്നത്, ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള നിലയിൽ അവർ BJP-യിലേക്ക് എത്തും. അപ്പൊ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് BJP-ക്ക് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണ് എന്ന രീതിയിലുള്ള ഒരു ഈക്വേഷൻ മുന്നോട്ട് വെച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിലുണ്ടായ തർക്കം ന്യൂനപക്ഷ വോട്ടുകൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായങ്ങളെ മുഖ്യ മുഖമുദ്ര എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു പരിധിവരെ നമുക്കറിയാം BJP വിരുദ്ധമാണ്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ. ക്രൈസ്തവരിൽ ആ വിരോധം അല്ലെങ്കിൽ ആ എതിർപ്പിന്റെ രൂക്ഷത കുറച്ച് കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും കേരളത്തിലെ മുസ്ലിം സമുദായം ഇപ്പോഴും തികഞ്ഞ BJP വിരുദ്ധരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വോട്ടുകളുടെ മുഖ്യ ഷെയർ ആർക്ക് എന്നുള്ളത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അപ്പൊ അതിനുള്ള ഒരു ശ്രമം കൂടി എന്നുള്ള നിലയ്ക്കാണ് ഈ മുന്നണികൾ മത്സരിച്ച് BJP വിരോധം ആളിക്കത്തിച്ച് ഞങ്ങളാണ് BJP വിരോധത്തിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ BJP-യിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പല സ്ഥലത്തും പോകുമ്പോൾ കോൺഗ്രസ് ഡിഫൻസിലാണെന്നുള്ളത് ഒരു സത്യമാണ്. അപ്പൊ അതിനെ മറികടക്കാൻ കേരളത്തിലെങ്കിലും BJP വിരുദ്ധ പോരാട്ടത്തിന്റെ നായകത്വം തങ്ങൾക്കാണ്. ആ പോയിന്റ് വ്യക്തമാണ് ശ്രീ ജോർജ് പൊടിപ്പാറ. അവസാനിപ്പിക്കുന്നു ശ്രീ പഴകുളം മധു. ജോർജ് പൊടിപ്പാറ പറഞ്ഞ നിരീക്ഷണങ്ങൾ അപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടി, ഒരു തമാശ കൂടി ഇന്ന് വന്നിരിക്കുന്നത്. O രാജഗോപാൽ പറഞ്ഞിരിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് ഭരണം തടയാൻ BJP കോൺഗ്രസിന് വോട്ട് കൊടുത്തിട്ടുണ്ടെന്നും കൂടിയാണ് നേമത്തെ മുൻ MLA വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീ പഴകുളം മധു. ഇല്ല, കേരളത്തിലെ BJP-ക്ക് ശ്രീ ബാലശങ്കറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിന്നോട്ട് തിരിഞ്ഞ് പരിശോധിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യം 77-ലും 89-ലും ജനസംഘവുമായി കേരളത്തിലെ CPM പാർട്ടി, ഇന്ത്യയിലെ CPM പാർട്ടി ശക്തമായ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. ഇവരുടെ വലിയ താത്വികാര്യ EMS-ന്റെ ഒരു തിയറി തന്നെ എന്ന് പറയുന്നത്, ആരെ കൂട്ടുപിടിച്ചു, ഏത് ചെറുത്താനെ കൂട്ടുപിടിച്ചു കോൺഗ്രസിനെ പരാജയപ്പെടുത്തുമെന്നാണ്. ഇവിടെ പറഞ്ഞ 2 കാര്യം ഇതിൽ പ്രസക്തമാണ്. ഞാൻ താങ്കളോട് പറയാം. ഒന്നാമത്തെ കാര്യം, ഈ 2 കക്ഷികളും ചെയ്യുന്നത് ആത്മഹത്യാപരമായ തീരുമാനമാണ്.
കാരണം ഇവരുടെ രക്തസാക്ഷികൾ, ഇവർ പരസ്പരം കൊണ്ടും കൊടുത്തും തമ്മിലടിച്ചും കത്തിക്കുത്ത് നടത്തി കൊന്ന നിരവധി ചെറുപ്പക്കാരുടെ ഭൂമിയാണ് ഈ കേരളം. ആ ചെറുപ്പക്കാരായിട്ടുള്ള രക്തസാക്ഷികളുടെ കുടുംബം ഇവർക്കെതിരായി ഇവരെ ശാസിക്കും. ഈ CPM-നെയും പിന്നെ BJP-യെയും ഇവർ നടത്തുന്ന ഈ അവിശുദ്ധമായ കൂട്ടുകെട്ടിൽ ആ കുടുംബങ്ങളും അംഗീകരിക്കില്ല, അവരുടെ ആത്മാവുകളും പൊറുക്കില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പോ ഒരു ദേശീയ പാർട്ടിയൊക്കെ ആണെന്നാണല്ലോ BJP പറയുന്നത്, ദേശീയ വികാരമുള്ള പാർട്ടി. ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ സ്വർണ്ണ കള്ളക്കടത്ത്, ദേശവിരുദ്ധ പോയിന്റ് നേരത്തെ താങ്കൾ ഉന്നയിച്ച പോയിന്റ് കൂടിയാണ്. അതിനുള്ള ഉത്തരമാണ് നേരത്തെ BJP വി ഉണ്ണികൃഷ്ണ മാസ്റ്റർ നൽകുകയും ചെയ്തത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കാലത്തിനപ്പുറത്തേക്ക് ആഴമുണ്ടോ ഈ അന്തർധാര ആരോപണങ്ങൾക്ക് എന്നുള്ള കാര്യമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മൂന്ന് ഭാഗത്തു നിന്നുള്ള ആരോപണങ്ങളായി മാത്രം സ്ഥിരം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി മാറുമോ, അതിനപ്പുറത്തേക്ക് ഉണ്ടാകുമോ ഇത്തവണ ആഴമെന്ന് ഇനി വരും ദിവസങ്ങളുള്ള പ്രചാരണങ്ങൾ തന്നെ പറയുകയും ചെയ്യും. വളരെയധികം നന്ദി ശ്രീ ജോർജ് പൊടിപ്പാറ, ശ്രീ പഴകുളം മധു, വി ഉണ്ണികൃഷ്ണ മാസ്റ്റർ, അതോടൊപ്പം തന്നെ ഡോക്ടർ വി ശിവദാസൻ ന്യൂസ് 18-നൊപ്പം ചേർന്നത്. പൂർണ്ണമാകുന്നു ഇന്നത്തെ രാഷ്ട്രീയം. നമസ്കാരം.